എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് കുണ്ടലിനി കുണ്ടലിനി കുണ്ടലിനി. അതെ. പക്ഷെ ഇത് എവിടെ തുടങ്ങണം, എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, എന്താണ് ഇതിന്റെ അവസ്ഥ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞുതരും. ഒരു ധാരണ ആർക്കും ഇല്ല. പറഞ്ഞുതരാം, അനുഭവിപ്പിച്ചിരുന്ന പോലെ. നിങ്ങൾ ആ സ്റ്റേജ്, 4th സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുണ്ടലിനി എന്താന്ന് എൻ്റെ മുമ്പിലിരുത്തി ഞാൻ പൊക്കിത്തരും. ഇതേ അവരോട് ചോദിച്ചു നോക്കൂ. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ അനുഭവിപ്പിച്ചുതരാം. അനുഭവിപ്പിക്കണോ? വേണ്ടേ? എനിക്ക് എന്റെ സംശയം, ഈ റൂമില് ഒരാള് കുണ്ടലിനി റേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജി അപ്പം എല്ലാവരും ഫീൽ ചെയ്യാൻ പറ്റും. ഒരാള് ഫീൽ ചെയ്താൽ അല്ല, നിങ്ങൾ ചെയ്ത ആള്, ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് ഒരാൾ ലിഫ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ സെൻസിറ്റീവ് ആണെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റും. കാണോ? കാണോ? നിങ്ങൾ ആരെ കുണ്ടലിനി കഴിഞ്ഞാലുണ്ടോ? അല്ല, ആശൻ നമ്മളെ ഫ്രീക്വൻസി ഇപ്പോൾ ആവണേയുള്ളൂ. നമ്മുടെ ഇതിലല്ല, നമ്മുടെ പരമ്പരയിൽ നോക്കിയിട്ട് ഒന്ന് കുണ്ടലിനി ലിഫ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആരെങ്കിലും ഒരു പ്രാണായം എടുത്തിട്ട് കുണ്ടലിനി ലിഫ്റ്റ് ചെയ്ത്. നിങ്ങളൊന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി. കണ്ണടക്കി തുറക്കുക, എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. ചുമ്മാ ഇരിക്കുക, നടു നിർത്തിയിരിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് നിങ്ങൾ ശാസ്ത്രാർത്ഥത്തിൽ ശ്രദ്ധിച്ചു നോക്കിയേ. കാരണം അവരെ പഠിപ്പിച്ചിരുന്ന അങ്ങനെയാണ്, ശാസ്ത്രാർത്ഥത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യാനാണ് പഠിപ്പിച്ചത്. ഇടയ്ക്ക് നിർത്തില്ല. ലിഫ്റ്റ് ചെയ്ത സ്ഥാനത്ത് ഇപ്പം അതേ പൊങ്ങി തുടങ്ങി. ഇപ്പം ഇവിടെ എത്തി, മൂലാധാരത്തിലെത്തി, മൂലാധാരമല്ല മണിപ്പൂറിലെത്തി. ആ സാധനം ഇതേ പൊങ്ങി. ഇപ്പോൾ വിശുദ്ധിയിൽ ഇരിപ്പുണ്ട്. വിശുദ്ധിയിൽ നിന്ന് പൊങ്ങി. എൻ്റെ അല്ല കേട്ടോ, ആ ചെയ്യുന്നവരുടെ. ഇപ്പോൾ ആ സാധനം വിശുദ്ധിയിൽ നിന്ന് പൊങ്ങി ആജ്ഞയിലെത്തി, സഹസ്രാരത്തിന് പുറത്തായി. നോക്കിയേ, ഇപ്പം നിങ്ങൾ സഹസ്രാരത്തിൻ്റെ മുകളിൽ തലയ്ക്ക് പുറത്ത് എന്തെങ്കിലും ഒരു ഊർജം ഫീൽ ചെയ്യണമെന്ന് ശ്രദ്ധിച്ച്. കിട്ടത്തില്ലേ? വലിയ മെഡിറ്റേഷൻ ഒന്നും വേണ്ട, ചുമ്മാ ഇരുന്നാൽ മതി. കണ്ണടച്ച് വേറെ ഒന്നും ചെയ്യണ്ട, ഒരു മന്ത്രം ചൊല്ലരുത്, ചുമ്മാ ഇരിക്കുക. എന്നിട്ട് തലയ്ക്ക് മുകളിൽ മാത്രം ശ്രദ്ധിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട, ചുമ്മാ ശ്രദ്ധിക്കുക. അപ്പം അവിടെ കിടന്ന് ഇങ്ങനെ ഇപ്പം അതിങ്ങനെ ഓളം വെട്ടണ്ട. അവിടെ ഇങ്ങനെ എന്തോ ഒരു സാധനം ഇങ്ങനെ ഓളം വെട്ടിക്കേണ്ടി. നിങ്ങൾ ആരും കുണ്ടലിനി ഉയർത്തിയിട്ടില്ല, ആകെ അവർ മാത്രം ചെയ്തിട്ട്. ഇതാണ് എനർജി. ചേട്ടന് കിട്ടിയോ? ഇല്ല. ശ്രദ്ധിക്കേ, ഇവരുടെ മുകളിൽ ശ്രദ്ധിക്കും. ഇപ്പം ഏകദേശം അവരുടെ കുണ്ടലിനി എത്ര അടിയുണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പൊങ്ങിയാണ് ആ ചേട്ടൻ്റെ കുണ്ടലിനി ഒരു 6 അടി പൊന്തിരിപ്പുണ്ട്. ആ ചേട്ടൻ്റെ കുണ്ടലിനി ഇവിടെ നിന്ന് തുടങ്ങി 6 അടി വരെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഈ ഊർജം കിട്ടും. ശ്രദ്ധിച്ചു നോക്കൂ, 6 feet വരെ കൊണ്ടുവന്നു അവരുടെ ഊർജം. ചേച്ചിയുടെ കുണ്ടലിനി 4 അടി പൊന്തിയിപ്പുണ്ട്. അവർ രണ്ടുപേരാണ് ഇപ്പോൾ റേസ് ചെയ്തിരുന്നത്. ഫോർ ഫീറ്റും 6 feet. ഒരു 4 feet പിടിച്ചു നോക്കി, കിട്ടള്ളേ നോക്കി, അവിടെ കിട്ടള്ളേ നോക്കി. എൻ്റെ അനുസരിച്ച് കിട്ടണ്ട നോക്ക്, വെറുതെ നേരെ നടന്ന് നിർത്തിയെന്ന് നോക്ക്. ആ ചെറിയ തുടിപ്പിട്ടുണ്ടല്ലേ. കിട്ടിയില്ലേ? കിട്ടിയില്ല. ചിലർക്ക് കിട്ടും, അത് സെൻസിറ്റൈസ് ആവുന്നുണ്ട്. ഓക്കെ, ഇറക്കിക്കോളൂ. ഒരു പണിയെടുക്കാണ്ട് തലി നടന്നു. കിട്ടിയില്ല, പണിയെടുക്കണം. നല്ല സുഖമായിരുന്നില്ലേ? ഇപ്പൊ പോയില്ലേ? അത് കണ്ടോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവരെന്നെ ഉത്തരം പറഞ്ഞു, അവരെയും ചെയ്ത് പോയെന്നും പറഞ്ഞു. കിട്ടല്ലേ? കിട്ടിയില്ലേ? സാധനം കിട്ടിയില്ലേ? തലവേദന എടുക്കണം. അത് എനർജി ഹൈയാ.
ഇത് പോരാത്തന്നെ എൻ്റെ ഓറയിൽ നിൽക്കാല്ലേ. ഇപ്പം എൻ്റെ ഓറയിൽ ഇപ്പം നിൽക്കാം. അതിനകത്ത് ഒരാളുടെ കുണ്ടലിനി ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുക. അവർ വിചാരിച്ച് ഇറങ്ങിയിട്ടില്ല. ചേട്ടൻ്റെ ഇറങ്ങി, ചേച്ചിയുടെ ഇറങ്ങിയിട്ടില്ല. അവിടെ തന്നെ ഇരിക്കുക. ഇറക്കങ്ങള് അതാണ് തലവേദന എടുക്കണേ. കാരണം ആ സാധനം പാഞ്ഞയിലും വന്നിരിക്കുകയാണ്. ഇൻബിറ്റ്വീൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഇറക്ക് അതാണ് തലവേദന. ഒന്നും കൂടിയില്ല. സമയാവട്ടെ. സെൻസിറ്റീവ്സ് ആവണം. ഇറക്ക് ഇപ്പൊ സാധനം റെഡി. മൂലാധാരത്തിൽ ഇപ്പൊ വെയിറ്റ് പോകുന്നുണ്ടോ? അടിയിൽ ഇത് ഇവിടെ മണിപ്പൂരിലും മൂലാധാരത്തില് സ്വാധിഷ്ഠാനത്തിലും ഒരു വെയിറ്റ് പോകുന്നുള്ളൂ. ഒരു ഭാരം പോലെ അവിടെ വരെ എത്തിയിട്ടുള്ളൂ. ഒന്നുകൂടി സ്വാധിഷ്ഠാനത്തിൽ ഇരിക്കുക. ഒന്നുകൂടി ഇറക്കൂ. അവിടെ വെയിറ്റ് പോകുന്നുണ്ടല്ലേ? നല്ല വെയിറ്റ് പോകുന്നുണ്ടല്ലേ? ഇതന്നെ സംഭവം. അത് ഇറങ്ങി പോകുന്നത്. അപ്പൊ അങ്ങനെ കിട്ടി. മുകളിൽ കിട്ടിയില്ല, താഴെ കിട്ടില്ല. ഇറങ്ങിയിട്ടില്ല. ഇറക്കൂ. ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ സാധനം ഞാൻ ഇറക്കി കാണിച്ചു തരാം കേട്ടോ. ഒറ്റ പ്രാണാണ് ഞാൻ ചെയ്ത് കാണിച്ചു. പോയില്ലേ? അപ്പൊ ഇറങ്ങി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ സംഭവം. അവിടെ ഇത് ചെയ്തത് ഇവിടുത്തെ സംഭവം ഒറ്റ പ്രാണം. ഇത്ര ഉള്ളൂ ഈ എനർജി വെച്ചിട്ടുള്ളത്. ട്രാക്കിൽ പോയാൽ അതേപോലെ പോകും. ക്ലിയർലി എനർജി വെച്ചിട്ടുള്ള കളിയാണ്. ചേട്ടന് കിട്ടിയിരുന്നാ? കിട്ടിയില്ല. അപ്പൊ ആവണോളൂ. സെൻസിറ്റീവ്സ് ആവട്ടെ. അപ്പൊ അതിന് സാക്ഷികളായിട്ട് ദേ ഇവിടെ സ്വാമിയുണ്ട്, ദേ ഇവരുണ്ട്. അനുഭവിച്ചവര് നിങ്ങൾക്ക് എന്ത് കിട്ടിയാ? സഹസ്രാർത്ഥി കിട്ടിയല്ലേ? കിട്ടി. ചേട്ടനും കിട്ടി. കിട്ടിയില്ല. തലവേദനയോട് പറഞ്ഞ അതാ ബ്ലോക്കായിട്ട് ഇരുന്നോണ്ടാ. സ്വാമിക്ക് എക്സ്പീരിയൻസ് ചെയ്തോ? സ്വാമി എക്സ്പീരിയൻസ്ഡ് ആണ്. ഒന്നും കിട്ടിയില്ല. അവിടെ ഇരിക്കട്ടെ. ചേട്ടനോ? ഒന്നും കിട്ടിയില്ല. ഇവിടെയോ? ഇപ്പൊ കിട്ടണ്ടോ? എപ്പോഴും ഉള്ള സെൻസേഷനാണ്. അത് കിട്ടുമൊന്നും തോന്നിയില്ല. അത് ഫുൾ ടൈം കുണ്ടലിൽ നോക്കി വെച്ചോണ്ടിരിക്കണേ. അത് കുണ്ടലിൽ പോകണതല്ല, അത് അവിടുത്തെ ഊർജം ഫ്രീക്വൻസി വേണതല്ല. ചേട്ടനോ? എന്തിനു കുണ്ടലിൽ പൊങ്ങിയിരിക്കുക? നിങ്ങൾക്ക് ലേഡീസിനോ കിട്ടിയോ? ചേച്ചിക്കോ? കിട്ടി. പിന്നെ ചേട്ടനൊക്കെ കിട്ടിയോ? കിട്ടി. ആകെ 3-4 പേർക്ക് കിട്ടാത്തതാണ്. കിട്ടിയോ? ഇത്രേ ഉള്ളൂ. ഒരാള് പൊക്കിയാൽ മതി. ഇതെല്ലാവരും പൊക്കണമെന്നില്ല. നമ്മളാ ഫീൽഡിലേക്ക്